നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതുപോലെ മെയ് മാസത്തിൽ അവർക്ക് 3200 രൂപ ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് 10 മണി മുതലാണ് പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ തന്നെ നാളെ മറ്റന്നാളോട് കൂടി തന്നെ പണം കൈകളിലെത്തുന്ന ആളുകൾ അവരുടെ കൈകളിൽ പണം എത്തുന്നതാണ്. പണം കൈകളിലെത്തുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ 3200 രൂപ മുഴുവൻ ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ 1600 ലഭിച്ച ആളുകളുണ്ട്, 2200 ലഭിച്ച ആളുകളുണ്ട്, 2800 ലഭിച്ച ആളുകളുണ്ട്. അങ്ങനെ പലർക്കും പല രൂപത്തിലാണ് പെൻഷൻ പണം എത്തിയിട്ടുള്ളത് ഇപ്രാവശ്യം. അങ്ങനെയുള്ള ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ, അതുപോലെ തന്നെ തുടർന്ന് പെൻഷൻ ലഭിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെല്ലാം കുറിച്ച് നോക്കാം. അതിനു മുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഒരുപാട് ആളുകൾ പഴയ വീഡിയോസുകൾ കണ്ട് ആനുകൂല്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല, ഞങ്ങൾ ലഭിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പെൻഷൻ ലഭിച്ചത് 3200 രൂപയാണ്. 2 മാസത്തെ പെൻഷനാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം കുടിശ്ശിക ഉണ്ടായിരുന്ന 1600 രൂപയും ഈ മാസത്തെ പെൻഷനായി 1600 രൂപയും കൂടി 3200 ആണ് പെൻഷൻ ലഭിച്ചത്. എന്നാൽ 1600 രൂപ ലഭിച്ചപ്പോൾ ശ്രദ്ധിക്കുക, അവർക്ക് കഴിഞ്ഞ വർഷം പെൻഷൻ കുടിശ്ശികയില്ലാത്ത ആളുകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങിയ ആളുകളായിരിക്കാം. പെൻഷൻ മാസ്റ്ററിങ് കറക്റ്റായി ചെയ്യാത്തതിനാൽ അവർക്ക് പെൻഷൻ മുടങ്ങിയ ആളുകളായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർ പുതിയ പെൻഷൻ വാങ്ങുന്ന ആളുകളാണ്, പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലെങ്കിൽ കഴിഞ്ഞ വർഷം പെൻഷൻ ലഭിച്ചിരുന്ന ആളുകൾക്ക് കൂടി കുടിശ്ശിക ഉണ്ടായിട്ടും പെൻഷൻ ലഭിക്കാതിരുന്നാൽ എന്തെല്ലാം കാര്യം കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയത് നമ്മുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കുക. മാസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണ് പെൻഷൻ മുടങ്ങിയതെങ്കിൽ അവർക്ക് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ ചില ആളുകൾക്ക് 2800 രൂപ ലഭിച്ചിട്ടുണ്ടെന്ന് മെസ്സേജിൽ കണ്ടു. അങ്ങനെയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായ 200 രൂപയും 2 മാസത്തെ പെൻഷനായ 400 രൂപയും അങ്ങനെ ബാക്കി അവർക്ക് 400 രൂപ വരും ദിവസം തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുന്നതാണ്. എന്നാൽ ഒരുപാട് പ്രാവശ്യമായി അങ്ങനെ പണം മുടങ്ങിയിട്ട് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ബാങ്ക് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മുടെ പെൻഷൻ പോർട്ടലും ആധാറുമായി ലിങ്ക് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. പലർക്കും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് കേന്ദ്ര സർക്കാരിനുള്ള വിഹിതം ഇപ്പോൾ ലഭിക്കാത്തത്. എന്നാൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ 3200 രൂപ തന്നെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നമുക്ക് പെൻഷൻ മസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഈ വർഷത്തെ പെൻഷൻ ഈ മാസത്തിലാണ്, ജൂൺ മാസത്തിൽ പെൻഷൻ മസ്റ്റും തുടങ്ങുകയാണ്. അതിനെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.